ദിലീപിന്റെ ബബ്ബബ്ബ ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയുടെ ട്രെയിലറിന്റെ അപ്ഡേറ്റ് വന്നു. ഡിഎസ് ഇറ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെൽക്കം ടു മൈ ചാനൽ. നമ്മളെല്ലാവരും നവംബർ 6-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച സിനിമയാണല്ലോ 2020. 2020 സിനിമയുടെ റിലീസ് നീട്ടിവെച്ചിട്ടുണ്ട്. അടുത്ത പ്രഖ്യാപനം വരെ കാത്തിരിക്കൂ. അടുത്തത് ദൃശ്യം 3 എന്ന സിനിമയിൽ ജിത്തു ജോസഫ് പറഞ്ഞ കാര്യമാണ്. ജോർജ് കുട്ടിയുടെ 4 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും ദൃശ്യം 3 എന്ന സിനിമയിൽ പറയാൻ പോകുന്നത് എന്നാണ് നമ്മുടെ സംവിധായകൻ ജിത്തു ജോസഫ് പറയുന്നത്. എക്കാലത്തെ മികച്ച കളക്ഷനുകളിൽ ഒന്നായ ബാഹുബലി എന്ന സിനിമയുടെ റിലീസ് കളക്ഷനാണ് പറയാൻ പോകുന്നത്. ചിത്രം 50 കോടി രൂപയോളം റിലീസ് കളക്ഷനായി നേടിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിലീസ് കളക്ഷനായി ബാഹുബലി എന്ന സിനിമ മാറി. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സിനിമയാണല്ലോ സമ്മർ ഇൻ ബെത്ലഹേം. അപ്പോൾ സമ്മർ ഇൻ ബെത്ലഹേം എന്ന സിനിമ 4Kയിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്. സമ്മർ ഇൻ ബെത്ലഹേം എന്ന സിനിമയുടെ റിലീസ് വാർത്തകൾക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കൂ. വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണല്ലോ അതിരടി. അതിരടിയാകാൻ പോകുന്ന സിനിമയിൽ ഒരു നായിക വരുന്നുണ്ട്. അപ്പോൾ ആ നായിക ഏതാണെന്നറിയാൻ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന സിനിമയാണല്ലോ ഒറ്റക്കൊമ്പൻ. ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പോയി ഇപ്പോൾ ഈജിപ്തിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റക്കൊമ്പൻ എന്ന സിനിമ ഈജിപ്തിലും ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളിലൂടെ അറിയുന്നത്. മമ്മൂട്ടി എന്ന നായകൻ അച്ചുട്ടി എന്ന കഥാപാത്രമായി അഭിനയിച്ച സിനിമയാണല്ലോ അമരം. അമരം എന്ന സിനിമ 4Kയിൽ റിലീസ് ചെയ്തിട്ട് 2 ദിവസമായി. അപ്പോൾ അമരം എന്ന സിനിമയുടെ റിലീസ് കളക്ഷൻ 1 കോടി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അൽതാഫ് സലീം സംവിധാനം ചെയ്ത് നവംബർ 7-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ എത്തിയ സിനിമയാണല്ലോ ഇന്നസെന്റ്. ഇന്നസെന്റ് എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പറയുമ്പോൾ 20 കോടി രൂപയോളം ഇന്നസെന്റ് എന്ന സിനിമ കൈവരിച്ചിട്ടുണ്ട്. അടുത്തത് മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. കളങ്കാവൽ എന്ന സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ഈ കളങ്കാവൽ എന്ന സിനിമയുടെ പോസ്റ്റർ. സിനിമയുടെ റിലീസ് 27-ാം തീയതിയാണ്, ആരും മറക്കേണ്ട. അപ്പോൾ ആട് 3 എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ ആട് 3യുടെ ഒരു തോട്ട് ഇപ്പോൾ ഷാജി പാപ്പന് കിട്ടിയിരിക്കുന്ന ഡോളർ എന്ത് ചെയ്തു, അതേപോലെ തന്നെ ഡ്യൂഡിനെ തമിഴന്മാർ പിടിച്ചു കൊണ്ടുപോയോ, പിന്നെ ഒരു ഫ്യൂച്ചറിലേക്ക് പോകുന്ന ഒരു കഥ രീതിയിലായിരിക്കും തുടങ്ങുക. പിന്നെ പൃഥ്വിരാജിന്റെ വിലായത്ത് പുത്ത എന്ന സിനിമയെ കുറിച്ച് പറയാനുള്ളത് റിലീസ് തീയതിന്റെ ഒരു കാര്യം മാത്രമാണ്. സിനിമയുടെ റിലീസ് 21-ാം തീയതിയാണ്, പറയേണ്ടതില്ലല്ലോ. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയുടെ ട്രെയിലർ ഡിസംബർ ആദ്യ ആഴ്ചയായിരിക്കും വരിക. അതേപോലെ തന്നെ സിനിമയുടെ ഫാൻ ഷോകൾ നടക്കുന്നത് വെളുപ്പാങ്കാലത്ത് 4 മണിക്കും അതേപോലെ തന്നെ സാധാ ഷോകൾ നടക്കുക 6 മണിക്കുമായിരിക്കും. ഈ സിനിമയുടെ ഫാൻ ഷോയ്ക്ക് നിങ്ങൾ പോകുന്നുണ്ടോ? കമന്റിൽ പറയൂ.